ആശ ശരത്ത് എന്ന് പറയുന്ന മാം മകളുടെ കല്യാണത്തിന് ചെയ്തേക്കുന്നത് ഈ ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചീകിയിട്ട് പിന്നെ സെൻറ്റർ സ്പ്രൈഡാണ് എടുത്തേക്കുന്നത്. സൈഡ് കോംബായിട്ടുള്ളതും ചെയ്യാം, പക്ഷേ സെൻറ്റർ സ്പ്രൈഡ് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു ഹെയർ സ്റ്റൈലിന് നല്ലത്. ഏറ്റവും മേളത്തെ ലെയറിൽ നിന്ന് ഞാനൊരു പോർഷൻ എടുക്കുകയാണ്. അതിങ്ങനെ മൂന്നായിട്ട് എടുക്കുകയാണ്. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ സാധാ പിന്നൽ പോലെ ഞാൻ പിന്നി അതൊന്ന് ടൈറ്റ് ചെയ്തു. എന്നിട്ട് അടുത്ത ലെയർ എടുക്കുകയാണ്. ഈ അടുത്ത ലെയർ എടുക്കുമ്പോഴും അത് നടുവിലല്ല വരേണ്ട, ഏറ്റവും ലാസ്റ്റിൽ കൊണ്ടുവന്നിട്ട് വേണം ഇതിലൂടെ ചേർത്തിട്ട് അത് പിന്നുന്നത്. ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് എടുത്ത് അതിൽ കൂടെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ടൈറ്റായിട്ട് വേണം ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലൂസ് ചെയ്യാം. ഇതിപ്പം നമ്മളിങ്ങനെ പിന്നി ഇവിടം വരെ വന്നു. എന്നിട്ട് ഇവിടെ നല്ല ടൈറ്റായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് അല്ലേ. അത് ബാക്കിലേക്ക് കൊണ്ടുവരാം. വെറുതെ ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാനൊരു ക്ലിപ്പിട്ട് വയ്ക്കുവാണേ. അതെ, ഇതിപ്പോൾ ഒരു പിന്നൽ മാതിരി എടുത്തു. അതൊന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു ചെറിയ ഒരു ലൈൻ എടുക്കുവാണ്. അത് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തു. ഞാൻ ഈ എടുക്കുന്ന പിന്നലെല്ലാം കുറച്ച് ഇങ്ങനെ എൻഡിൽ വരുന്ന മാതിരിയാണ് ഞാൻ ചെയ്യുന്നത്. കുഞ്ഞ് ഹെയർ ആയിട്ട് എടുത്താൽ മതി. നമ്മളിങ്ങനെ എടുക്കുന്നു. ഇതിപ്പോൾ ചീകിയിട്ടുള്ളത് കാരണമാണ് ഞാൻ രണ്ടാമത് കോംബ് രണ്ടാമത് ചീകാത്തത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്ട്രാൻഡ്സും ഇതുമാതിരി ചീകി എടുത്താലായിരിക്കും ആ ഫിനിഷ് വരുന്നത്. ഈ ഐബ്രോസിൻ്റെ ഇവിടം വരെ വരുന്ന ഒരേ ലെവല് ഇവിടെ നിന്ന് ബൾജ് ചെയ്ത് വെളിയിൽ പോകാതെ വേണം നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കേണ്ടത്. ഇത് ഞാൻ ബാക്കിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഫ്ലവറോ എന്തെങ്കിലും ഓർണമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യം നമുക്കിവിടെ വയ്ക്കാം. ഇത് നമുക്ക് 2-3 രീതിക്ക് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബണ്ണ് ചെയ്തിട്ട് നമുക്ക് യൂപിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. ഒരു തലമുടി മുഴുവൻ അഴിച്ചിടാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇങ്ങനെ ഇടാം. ഇല്ല ബ്രൈഡ്സിനാണെങ്കിൽ ഇതിന് ശേഷം നമുക്ക് പിന്നലെടുക്കുകയും ചെയ്യാം. ഈ ഹെയർ സ്റ്റൈല് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വീണ്ടും പുതിയ ഇതുമാതിരിയുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.